ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയൊരു വ്ളോഗിലേക്കാണ് കേട്ടോ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുക. അപ്പോൾ നമുക്കിന്ന് പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും പോകാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ടച്ച് ചെയ്യുമ്പോൾ എൻ്റെ ചാനലിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എഫക്റ്റീവായി നല്ലൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫേസ് പാക്കിനെ പറ്റിയാണ് കേട്ടോ പറയാൻ വന്നത്. പെട്ടെന്നൊരു ഫങ്ഷനോ പെട്ടെന്ന് കല്യാണം ആയാലും പെട്ടെന്ന് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ ആൻഡ് നാച്ചുറൽ ഗ്ലോ തരുന്ന ഒരു ഏറ്റവും കൂടുതൽ തരുന്ന ഒരു ബെനിഫിറ്റുള്ള ഒരു പപ്പായ ഫേഷ്യലാണ്. സ്റ്റെപ്സാണ് 4 സ്റ്റെപ്സ് ഉണ്ട്. പക്ഷേ ഇതിൽ ഞാൻ 3 സ്റ്റെപ്പ് എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ. ആദ്യം നല്ല പഴുത്ത പപ്പായ നല്ലോണം അരിഞ്ഞ് മിക്സിയിൽ അരിയുമ്പോൾ തന്നെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഒരു നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ അങ്ങ് ഇടണം കേട്ടോ. അപ്പം ഇടുമ്പോൾ ഇതിൽ പറയാനുള്ളത് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, ട്രിങ്കിൾസ് ഉണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ട്രിങ്കിൾസൊക്കെ മാറാനുള്ളതുണ്ട്. കണ്ണിന് ചുറ്റിനുള്ളതെല്ലാം കറുപ്പ് മാറാനുള്ള ഡിസ്കളറേഷൻസൊക്കെ വന്നാൽ പെട്ടെന്ന് മാറാൻ പറ്റും. നമ്മളെ ബ്രൈഡ്സിനൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഈ ഫേസ് പാക്ക് എന്ന് വെച്ചാൽ. അപ്പോൾ വീട്ടിലുള്ള പപ്പായും കൂടെയാണ് കേട്ടോ. അതാണ് നല്ല, നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചതല്ല. അപ്പോൾ കുറച്ച് ക്ലെൻസർ ചെയ്യാൻ വേണ്ടി കുറച്ചൊരു 2 തുള്ളി റോസ് വാട്ടറും കൂടി ഞാൻ ചേർത്ത് നല്ലൊരു ഒരു കോട്ടണും കൂടെ എടുത്ത് വെച്ച് അത്രയും നല്ലതായിരിക്കും. മുഖത്ത് നന്നായിട്ട് കുറച്ച് മുഖം ഒന്ന് കഴുകി നല്ല ടവലൊക്കെ വെച്ച് തുടച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകണം കേട്ടോ. ഈ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കമ്മലോ മാലയോ ഒന്നും പാടില്ല. പക്ഷെ ഞാൻ വീട്ടിൽ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുകൊണ്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഞാനിത് ചെയ്യണം കേട്ടോ. മുഖത്തൊക്കെ നന്നായിട്ട് നല്ലോണം ചെയ്യണം കേട്ടോ. ആകുന്നത്ര പപ്പായയുടെ ഒരു എഫക്റ്റ് നമ്മൾ മുഖത്ത് കിട്ടണ ഏറ്റവും കൂടുതൽ നല്ലതാണ് കേട്ടോ. ഏത് സ്കിന്നുകാർക്കും പറ്റുന്ന എഫക്റ്റീവുള്ള ഒരു പപ്പായ ഫേഷ്യലാണ് ഞാൻ പറയുന്നത് കേട്ടോ. പപ്പായ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മളെ വൈറ്റമിൻസ് ഇയും സിയും ഒക്കെ നമുക്ക് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് മാറും. സൺബേണൊക്കെ അടിച്ചാൽ അതൊക്കെ പെട്ടെന്നൊക്കെ മാറും. അപ്പോൾ ഇതിനുള്ള സ്റ്റെപ്പാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. നമ്മൾ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 3 സ്റ്റെപ്പാണ്. ആൻറ്റി സർക്കിൾസിലൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ടൈറ്റായിട്ട് ചെയ്യണ്ട, നല്ല സോഫ്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അതൊരു 5 മിനിറ്റോളം അങ്ങനെ ചെയ്യുക കേട്ടോ. മസാജൊക്കെ എല്ലാം നന്നായിട്ട് കഴിഞ്ഞിട്ട് മുഖത്ത് ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് ആ കോട്ടൺ പഞ്ഞി വെച്ച് നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ട് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ പപ്പായയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിനുള്ള അരിപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അരിപ്പൊടി ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നമ്മളെ മുഖത്ത് നന്നായിട്ട് നല്ലോണം അത് മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് നല്ല വൃത്തിയും കൂടെ മിക്സ് ചെയ്തപ്പോൾ നല്ല കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അതുപോലെ തന്നെ മുഖത്ത് നന്നായിട്ട് നീക്കം ചെയ്യാം കേട്ടോ. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നീക്കം ചെയ്താൽ ഇതാണ് മിക്സ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുഖത്തേക്ക് ഞാൻ തേക്കുകയാണ് കേട്ടോ. നല്ലവണ്ണം വെറും 2 മിനിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഒരു 5 മിനിറ്റോളം ഞാൻ ചെയ്തു കേട്ടോ. നല്ലവണ്ണം മിക്സാണ് കേട്ടോ. അരിപ്പൊടിയും പപ്പായയും അതുപോലെ നമ്മൾ തക്കാളിയൊക്കെ അങ്ങനെ വെച്ച് അരിപ്പൊടി ഇപ്പോഴത്തെ ഒരു വൈറൽ ഫേസ് പാക്കും കൂടെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന. ഒരു നാച്ചുറൽ ഒരു ലുക്ക് വരുന്ന ഒരു ഫേഷ്യലും കൂടിയാണ് കേട്ടോ ഇത്. നമ്മളെ ഹൈഡ്രേഷനും നമ്മളെ സ്കിന്നിന് ഉണ്ടാകുന്ന ഹൈഡ്രേഷനും
അതുപോലെ തന്നെ സ്കിന്നിന് വേണ്ടി നമ്മൾ നനവും അതുപോലെ പ്രകാശവും ഒക്കെ നന്നായിട്ട് നമ്മളെ ഫേസിൽ നല്ല എക്സ്ഫോളിയേഷൻ ചെയ്യാനും നന്നായിട്ട് നമ്മളെ മുഖത്ത് പറ്റുന്നുണ്ട്. നമുക്ക് ഉണ്ടാകുന്ന മസാജൊക്കെ തന്നെ ഏറ്റവും വലിയൊരു ധാരാളമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഡെഡ് സ്കിന്നൊക്കെ നല്ലോണം റിമൂവ് ചെയ്ത് കളയാനും ഒക്കെ നല്ലോണം സഹായിക്കുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ ഈ പപ്പായ ഫേസ് പാക്ക്. അപ്പോൾ നന്നായി നല്ലൊരു പഴുത്ത പപ്പായയും കൂടി ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലത്. ഇളത്തരമുള്ള പപ്പായൊന്നും മുഖത്ത് തേക്കുമ്പോൾ നമ്മളെ മുഖത്തൊക്കെ നല്ല ഒരു സ്കിന്നൊക്കെ നല്ല ഡാമേജ് ആവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ മസാജ് 5 മിനിറ്റ് കൊണ്ട് കൈയെടുക്കാതെ നന്നായിട്ട്, നമ്മൾ ഫേഷ്യൽ എന്ന് പറയുന്നത് അങ്ങനെയാണ്, കൈയെടുക്കാതെ മസാജ് ചെയ്യണം. നമ്മൾ നോർമൽ ഫേഷ്യലായാലും എങ്ങനത്തെ ഫേഷ്യൽ അതിനനുസരിച്ച് സ്റ്റെപ്പും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഡെഡ് സ്കിന്നും റിങ്കിൾസും പോട്സും എല്ലാം നമുക്ക് അതിന് കഴുകി കളഞ്ഞിട്ട് ഒരു കോട്ടൺ പാഡ് വെച്ച് നമുക്ക് കഴുകി കളയുമ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മൾ സാധാരണ മുഖം കൊണ്ട് വെച്ച് കഴുകുന്നതിനെക്കാട്ടും അങ്ങനെ കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അരിപ്പൊടിയുടെ എഫക്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിന്ന് നല്ലൊരു സ്മൂത്ത് ആയി ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിന്നാവണം. അടുത്തത് 3rd സ്റ്റെപ്പാണ്. അതിൽ നമ്മൾ 1 ടീസ്പൂൺ പപ്പായ ജെല്ലും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചന്ദനപ്പൊടിയും 1 ടീസ്പൂൺ തേനും കുറച്ച് റോസ് വാട്ടറും ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തേക്ക് അങ്ങ് പുരട്ടുക കേട്ടോ. നല്ലൊരു അത് നമുക്ക് കടലമാവ് ഏതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം എനിക്ക് പെട്ടെന്ന് ഇത് ജസ്റ്റ് ഒന്ന് കിട്ടിയതാണ്. അപ്പം നമ്മളെ കടലമാവായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നന്നായിട്ടത് ഫേസിൽ നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. ഒരു 10-15 മിനിറ്റായാലും 20 മിനിറ്റായാലും കുഴപ്പമില്ല. നല്ലവണ്ണം അപ്ലൈ ചെയ്യണം. നമ്മളെ ഈ കാലാവസ്ഥയ്ക്കൊക്കെ ഏറ്റവും പറ്റിയതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തൊക്കെ നല്ലൊരു ഹൈഡ്രേഷനും പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് മാറ്റം കിട്ടും കേട്ടോ. അപ്പം അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മുഖത്തൊക്കെ നല്ല കരിവാളിച്ചൊക്കെ നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും പർച്ചേസിന് എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വന്നിട്ട് പെട്ടെന്ന് നമ്മളെ കയ്യിൽ പപ്പായ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. നല്ലൊരു ഗ്ലോ ആ സമയത്ത് തന്നെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഇങ്ങനെ ഫേസ് പാക്ക് ഇട്ടാലും മതി. അത്രയ്ക്ക് നല്ലൊരു നല്ല പിഗ്മെൻറ്റേഷനൊക്കെ മാറി നല്ലൊരു ഗ്ലോ തന്നെ ഫേസിൽ നല്ലൊരു വൈറ്റനിങ് ഗ്ലോ തന്നെ കിട്ടും കേട്ടോ. അപ്പം ഡെയിലി പപ്പായ വെച്ചിട്ട് ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് 2 ഇൻഗ്രീഡിയൻസ് വെച്ച് പപ്പായ ഇൻഗ്രീഡിയൻസ് വെച്ച് ഏതെങ്കിലും ചെയ്യുമ്പോൾ തന്നെ ഡെയിലി ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഫേസിൽ അടിപൊളി ഹൈഡ്രേഷൻ നിൽക്കുന്നുണ്ട് തന്നെ അടിപൊളി ഗ്ലോ ആണ് കേട്ടോ. എൻ്റെ ഫേസിൽ നല്ലൊരു മാറ്റമാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഡാൻഡ്രഫിൻ്റെയാണ്. കുറേ കഷ്ടപ്പാടായിട്ട് ഡാൻഡ്രഫ് എൻ്റെ ഒക്കെ മാറാൻ. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഡാൻഡ്രഫൊക്കെ മാറാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടോ. അപ്പം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.